ഹലോ, അങ്ങനെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഹ് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം അജിത്തിന്റെ പുതിയ പടമായ വിടാമുയർച്ചയെ കുറിച്ചാണ്. വിടാമുയർച്ചയുടെ റിവ്യൂ ആണ് ഞാനിവിടെ പറയുന്നത്. വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ ഞാൻ അജിത്തിന്റെ ഫാൻ ആയതുകൊണ്ടല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താന്ന് വെച്ചാൽ ഞാൻ അജിത്തിന്റെ സിനിമകള് കാണാറുണ്ട്. ഒരുവിധം എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് അജിത്തിന്റെ. എനിക്ക് ആളുടെ അഭിനയം വളരെ ഇഷ്ടമാണ്. ആൾ അജിത്തിന്റെ ഒരു ആക്ടിങ് നോക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ നന്നായി അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും സിനിമ അത്രത്തോളം വിജയിക്കാത്തതിന്റെ കാരണം അതിലൊരു സ്റ്റോറി ഇല്ല. നല്ലൊരു സ്റ്റോറി ഇല്ല പടത്തില്. അതാണ് പടം വിജയിക്കാത്തതിന്റെ കാരണം. അല്ലാണ്ട് അതില് മറ്റ് ഡയറക്ഷന്റെ പ്രോബ്ലമോ ക്യാമറയുടെ പ്രോബ്ലമോ അഭിനയത്തിന്റെ പ്രോബ്ലംസ് ഒന്നും അല്ല. പടത്തിനൊരു സ്റ്റോറി ഇല്ല. സ്റ്റോറി എന്ന് പറഞ്ഞൊരു സംഭവം ഒരു തീം ആ സിനിമയിൽ വന്നിട്ടില്ല. പിന്നെ പിന്നെ അത് മാത്രമല്ല ഇതില് ഈ സിനിമയില് ആക്ഷൻ ഫൈറ്റിംഗ് സിനിമയാണ് ആയാൽ പോലും ഇത് അങ്ങനെ ഒരു ഫൈറ്റിംഗ് സിനിമയായാലും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. ചിലർ വിചാരിക്കും ഫൈറ്റിംഗ് സിനിമയാകുമ്പോൾ ഇത് ഫുൾ അടി അങ്ങനെയൊന്നുമല്ല. ഇതില് ഫൈറ്റിംഗ് വരുന്നത് ഇന്റർവെലിന് ശേഷമാണ് ഇതിൽ ഫൈറ്റിംഗ് ഉള്ളത്. ക്ലൈമാക്സിലാണ് കുറച്ച് ഫൈറ്റിംഗ് വരുന്നത്. പിന്നെ ഇത് അജിത്തിന്റെ ആക്ടിങ് ഇഷ്ടമുള്ളവർക്ക് സിനിമ കാണാം. കാരണം ആളുടെ ഒരു ആക്ടിങ് ഡയലോഗ് പഞ്ചയ്ക്ക് വളരെ ഇഷ്ടമാണ്. അജിത്തിന്റെ ഡയലോഗ്സ് പറയില്ലേ, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു രസമാണ് കേൾക്കാൻ, കണ്ടിരിക്കും നമ്മൾ ആക്ടിങ്. അതുപോലെ തന്നെ അതില് പല നല്ല ആക്ഷൻ. വില്ലൻ അർജുനാണ് സിനിമയില്. തമിഴ്നാട് അർജുൻ. ആള് നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കാലോടുള്ള കിക്കും അതൊക്കെ അടിപൊളിയാണ്. അതൊക്കെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ആ സിനിമ അതൊക്കെ രസമാണ്. ഫൈറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഈ സിനിമയെ ഫ്ലോപ്പ് ആവാനുള്ള കാരണം അതിലൊരു നല്ലൊരു സ്റ്റോറി എന്ന് പറയാനും വന്നിട്ടില്ല. പിന്നെന്തോ അങ്ങനെ വളരെ അധികം അങ്ങനെ ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഒരു 50% പടം ഓക്കെയാണ്. നമ്മുടെ നാട്ടിലായാലും അത്യാവശ്യം ഓടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഓടുന്ന പടം ഈ പടം തന്നെയാണ്, അജിത്തിന്റെ സിനിമ തന്നെയാണ്. ഞാൻ 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 സിനിമ കാണുമ്പോൾ ഇപ്പോ മലയാളം പടങ്ങൾക്ക് സിനിമ ആൾക്കാരില്ലാണ്ട് ടിക്കറ്റ് റീഫണ്ട് ചെയ്ത് കൊടുക്കായിരുന്നു. 15 പേരെങ്കിലും സിനിമ ഇല്ല ആൾക്കാരില്ലാണ്ട് സിനിമ ഷോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിയേറ്റർ ഉടമ ടിക്കറ്റ് റീഫണ്ട് ചെയ്യായിരുന്നു. കാരണം മലയാള സിനിമകൾ കാണുന്ന ആൾക്കാരില്ല. ആൾക്കാർക്ക് കൂടുതലും ഇപ്പോ പുതിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അവരുടെ ആക്ടിങ്സ് ഒന്നും പറയാനായിട്ടൊന്നും വലിയ ആക്ടിങ് ഒന്നുമില്ല. പിന്നെ അജിത്ത് പോലെയുള്ള പിന്നെ അവരൊക്കെ ഓൾഡാണ്. പക്ഷെ ആ ഓൾഡ് ആയതുകൊണ്ട് മാത്രമല്ല, തമിഴ് പടം നമ്മുടെ നാട്ടില് അത്യാവശ്യം നന്നായി ഓടുന്നുണ്ട്. നല്ല പടങ്ങളാണെങ്കിൽ ആൾക്കാർ കാണുന്നുണ്ട്. വിജയ്ക്കൊക്കെ ഇഷ്ടം പോലെ ഫാൻസ് ആണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുപോലെ മലയാളത്തില് അങ്ങനെ ഇപ്പൊ മാർക്കോ വന്ന സിനിമയ്ക്ക് ശേഷം അതിനുശേഷം വന്ന ഒരു സിനിമയും ഹിറ്റായിട്ടില്ല. അപ്പോ നമ്മുടെ സിനിമ എന്ന് വെച്ചാൽ ആളുകൾക്ക് കാണാനൊരു ഇഷ്ടം തോന്നണം. മനസ്സിലായില്ലേ? വെറുതെ ഡയറക്ടേഴ്സ് എന്തെങ്കിലും സ്റ്റോറി വെച്ച് സിനിമ അഭിനയിപ്പിച്ച് ഒരു സിനിമ ഇറക്കുക, അങ്ങനെ ഇറക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ സിനിമകൾ ഒരുപാട് അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് സിനിമ കാണാൻ ആൾക്ക് സിനിമ കാണാൻ ഇഷ്ടപ്പെടില്ല ആൾക്കാർക്ക്. മനസ്സിലായില്ലേ? സിനിമകൾ ഇങ്ങനെ നമ്മൾ ഒരു ഡയറക്ടേഴ്സ് ഒരു സിനിമ ഇറക്കുമ്പോൾ അത് നല്ല രീതിയിൽ നല്ല സിനിമകളെ ഇറക്കാൻ നോക്കുക. അതുകൊണ്ട് കുറെ ഇങ്ങനെ ഇങ്ങനെ ഒരു സിനിമ ഇറക്കി ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തല്ല.
ഏഹ് ഒരു സിനിമ, പണ്ട് കാലത്തൊക്കെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതൊരു സിനിമ, ആളുകൾക്ക് ആ സിനിമ എന്ന് പറയുമ്പോൾ ആഹ് ഒരു സിനിമ കാണാൻ പോകാന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടമാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ പറഞ്ഞാൽ ചില സിനിമകളൊക്കെ ഇന്റർവെലിന് ശേഷം തന്നെ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകും. കാരണം ആളുകൾക്ക് സിനിമ കാണാൻ ഇപ്പോഴത്തെ സിനിമകൾ അങ്ങനെ അത്ര വളരെ നല്ല സിനിമകളൊന്നും ഇപ്പൊ വരുന്നില്ല. ഉം. അപ്പൊ അത് മാറി നമ്മുടെ സിനിമകൾ നല്ല രീതിയിൽ നല്ല ആക്ടേഴ്സുകൾ നല്ല അഭിനയിക്കാൻ അറിയുന്നവരെ വെച്ച് അഭിനയിപ്പിച്ച് നല്ല സിനിമകൾ എടുക്കാൻ നോക്കുക. പുതു ന്യൂ ആക്ടേഴ്സിനൊക്കെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ വിജയിക്കണമെന്നില്ല. എന്നാലും ഏഹ്, നല്ലൊരു സിനിമയാണ്, നല്ലൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ സിനിമ വിജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോ നല്ലൊരു ആക്ടർ ആവണമെന്നോ, ഒരു അഭിനയിക്കാൻ അറിയാത്ത ആളൊന്നല്ല. നല്ലൊരു സിനിമ നല്ലൊരു സിനിമ എന്ന് വെച്ചാൽ അതിന്റെ മെയിൻ കണ്ടന്റ് സ്റ്റോറിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ ആ സിനിമ വിജയിച്ചിരിക്കും. ഇപ്പോ മാർക്കോ സിനിമയായാലും ആ സിനിമയിൽ നല്ലൊരു സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ലൊരു ഒരു ബേസ് ഉണ്ട് ആ സിനിമയ്ക്ക്, നല്ലൊരു ബേസ് ഉണ്ട്. ആഹ് അത് മാത്രമല്ല, ആ സിനിമ ഇറക്കിയിരിക്കുന്നത്, അതിന്റെ ഡയറക്ഷൻസ്, ക്യാമറ ഒക്കെ പക്ക ഹോളിവുഡ് സ്റ്റൈലിലാണ് പടം ഇറക്കിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനനുസരിച്ചുള്ള എക്സ്പെൻസീവും പടത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പെൻസീവ് വരുമ്പോൾ അനുസരിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി സിനിമയിൽ ഉണ്ടാകും. പക്ഷെ അത് നല്ല